Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എങ്ങനെ ഒരു ഫയൽ കോപ്പി ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു ഡയറക്ടറി കോപ്പി ചെയ്യാൻ പറ്റും മനസ്സിലായി. ഇനി മൂവ് കമാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ലൊക്കേഷനിൽ നിന്ന് ഫയല് മൂവ് ചെയ്യാൻ പറ്റും, അതേപോലെ ഡയറക്ടറി മൂവ് ചെയ്യാൻ പറ്റും. മൂവിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് മൂവ് ഫയൽസ് ആൻഡ് ഡയറക്ടറീസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. പിന്നെ റിനെയിം ഫയൽസ് ഓർ ഡയറക്ടറി, നമുക്ക് റിനെയിം ചെയ്യണമെങ്കിൽ, അതായത് വേറെ നെയിം കൊടുക്കണമെങ്കിൽ അതിനും യൂസ് ചെയ്യാൻ പറ്റും. മൂവിന്റെ സിൻഡെക്സ് പറഞ്ഞ മൂവ്, പിന്നെ ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ സോഴ്സ്, ഡെസ്റ്റിനേഷൻ. മൂവ് കമാൻഡ് ടേക്സ് ടു ആർഗ്യുമെന്റ്സ്, അതായത് മൂവ് കമാൻഡ്സ് സോഴ്സ് is the path from where the file is to be moved, പിന്നെ destination is the path to the file is moved. നമ്മുടെ ഹോം ഡയറക്ടറിയിൽ, ഹോം യൂസർ ഡയറക്ടറിയിൽ ഇതൊക്കെയാണ് ഇപ്പോൾ ഫയൽസ് ഉള്ളത്. ഫയൽ ഡോട്ട് എസ് എച്ച്, നെയിം ഡോട്ട് ടി എസ് ടി, ടെക്സ്റ്റ് ഡോട്ട് ടി എസ് ടി. എനിക്ക് ഈ ടെക്സ്റ്റ് ഡോട്ട് ടി എസ് ടി ഈ ഒരു ഫോൾഡറിൽ നിന്ന് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യില്ല, മൂവ് ചെയ്യണം. മൂവ് ചെയ്തിട്ട് യൂട്യൂബിന്റെ അകത്തേക്ക് കൊണ്ടുപോകണം. യൂട്യൂബിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? LS യൂട്യൂബ് ജസ്റ്റ് എൻ്റർ ചെയ്താൽ അതിൽ ക്ലാസ് വർക്കും പൈത്തും മാത്രമല്ല. അപ്പൊ ഈ നെയിം ഡോട്ട് ടി എസ് ടി അല്ല ടെക്സ്റ്റ് ഡോട്ട് ടി എസ് ടി എനിക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് എത്തണം. അപ്പോൾ മൂവ് കമാൻഡ് യൂസ് ചെയ്യുക. ഏതാണോ മൂവ് ചെയ്യേണ്ടത് അത് അധികം ടൈപ്പ് ചെയ്യുക, ടെക്സ്റ്റ് ഡോട്ട് ടി എസ് ടി. അതിനുശേഷം എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് അതിന്റെ പാത്ത് ടൈപ്പ് ചെയ്യുക. ഒന്നെങ്കിൽ എനിക്ക് റിലേറ്റീവ് പാത്ത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അബ്സല്യൂട്ട് പാത്ത് ടൈപ്പ് ചെയ്യാം. ഈ യൂട്യൂബിന്റെ അകത്തേക്കാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നെങ്കിൽ ഞാൻ അബ്സല്യൂട്ട് പാത്ത് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ റൂട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. റൂട്ട് ഹോം വിനായക് യൂട്യൂബ് ജസ്റ്റ് എൻ്റർ അടിക്കുക. അത് മൂവ് ആയെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS യൂട്യൂബ് അടിച്ചു കൊടുത്താൽ യൂട്യൂബിന്റെ കണ്ടന്റ് ക്ലാസ് വർക്ക് പൈത്തൺ ടെസ്റ്റ് വർക്ക് ആയി. ഞാൻ ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ഫോൾഡർ ഇവിടെ ഒന്നും പോയിണ്ടാവും. മുന്നേ ഞാൻ ജസ്റ്റ് LS ടൈപ്പ് കൊടുത്തപ്പോൾ ഫയൽ ഡോട്ട് എസ് എച്ച് പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ട്, നെയിം ഡോട്ട് ടി എസ് ടി പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ട്, ടെക്സ്റ്റ് ഡോട്ട് ടി എസ് ടി പറഞ്ഞിട്ടുള്ള ഫയൽ ഉണ്ട്. ഇപ്പൊ ഫയൽ ഡോട്ട് എസ് എച്ചും നെയിം ഡോട്ട് ടി എസ് ടിയും മാത്രമുള്ള ഫയലല്ലോ, മറ്റേ ഫയൽ ഇവിടെ നിന്ന് റിമൂവ് ആയി. ഇനി മൈ ഫോൾഡറിന്റെ അകത്ത് എന്തൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് LS മൈ ഫോൾഡർ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. മൈ ഫോൾഡറിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ട്? നമ്പർ ഡോട്ട് ടി എസ് ടി ഉണ്ട്, നെയിം ഡോട്ട് ടി എസ് ടി ഉണ്ട്. അപ്പൊ നമ്പർ ഡോട്ട് ടി എസ് ടിയുടെ അകത്തുള്ള കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കാറ്റ് മൈ ഫോൾഡർ നമ്പർ ഡോട്ട് ടി എസ് ടി, നമ്പർ ഡോട്ട് ടി എസ് ടിയുടെ 1 2 3 4 5 ഉണ്ട്. ഈ നമ്പർ ഡോട്ട് ടി എസ് ടിയിലേക്ക് എന്റെ ഇപ്പോഴുള്ള ഇതിൽ ഒരു ഫയൽ മൂവ് ചെയ്യണം, നെയിം ഡോട്ട് ടി എസ് ടി കൊണ്ടുള്ള ഫയൽ. അപ്പൊ നെയിം ഡോട്ട് ടി എസ് ടി കൊണ്ടുള്ള ഫയൽ ആദ്യം ഞാൻ ടൈപ്പ് ചെയ്യാണ്. കാറ്റ് നെയിം ഡോട്ട് ടി എസ് ടി ജസ്റ്റ് ടൈപ്പ് ചെയ്തു. ഇതിലുള്ള കണ്ടന്റ്സ് വിനു, സനൽ, ഗോകുൽ കുറച്ച് നെയിംസ് ആണ്. അപ്പൊ ഈ ഒരു നെയിം ഡോട്ട് ടി എസ് ടി ഇവിടെ നിന്ന് മൂവ് ചെയ്യും വേണം. അത് ഈ ഒരു ഫയലിലേക്ക് എനിക്ക് മൈ ഫോൾഡറിൽ നമ്പർ ഡോട്ട് ടി എസ് ടിയിലേക്ക് മൂവ് ചെയ്യും വേണം. അപ്പൊ അങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് MV ടൈപ്പ് ചെയ്യാം. നമുക്ക് മൂവ് ചെയ്യേണ്ട ഫയൽ ഏതാ? മൂവ് ചെയ്യേണ്ട ഫയൽ നെയിം ഡോട്ട് ടി എസ് ടി ആണ്, നെയിം ഡോട്ട് ടി എസ് ടി. അതിനുശേഷം നമ്മൾ പാത്ത് ടൈപ്പ് ചെയ്യാം. പാത്ത് നമുക്ക് അബ്സല്യൂട്ട് പാത്തോ അല്ലെങ്കിൽ റിലേറ്റീവ് പാത്തോ ടൈപ്പ് ചെയ്യാം. ഞാൻ റിലേറ്റീവ് പാത്താണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്. മൈ ഫോൾഡറിന്റെ അകത്തേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അതിൽ മൈ ഫോൾഡറിന്റെ അകത്ത് ഏത് ഫയൽ നമുക്ക് മൂവ് ചെയ്യേണ്ടത്? LS മൈ ഫോൾഡർ നമ്പർ ഡോട്ട് ടി എസ് ടി. അപ്പൊ നമ്പർ ഡോട്ട് ടി എസ് ടി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിക്കുക. ഇനി ഞാൻ ഈ നമ്പർ ഡോട്ട് ടി എസ് ടി ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിൽ നമ്പേഴ്സ് മാറിയിട്ട് ഈ ഒരു ഫയൽസ് ആയിട്ട് ഓവർറിട്ടൺ ആയിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് മനസ്സിലാവണമെങ്കിൽ ജസ്റ്റ് കാറ്റ് യൂസ് ചെയ്യുക. മൈ ഫോൾഡർ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, നമ്പർ ഡോട്ട് ടി എസ് ടി ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. ഈ നമ്പർ ഡോട്ട് ടി എസ് ടി ഓവർറിട്ടൺ ആയി. അതാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദി ഡെസ്റ്റിനേഷൻ ഫയൽ ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ്, ഡെസ്റ്റിനേഷൻ ഫയൽ ഇവിടെ എന്താ? നമ്പർ ഡോട്ട് ടി എസ് ടി. അത് ഓൾറെഡി എക്സിസ്റ്റ് ആണെങ്കിൽ സോഴ്സ് ഫയൽ എന്താ? നെയിം ഡോട്ട് ടി എസ് ടി. സോഴ്സ് ഫയൽ നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സാമ്പിൾ നെയിം ഡോട്ട് ടി എസ് ടി ആണ് കൊടുത്തുള്ളത്. അപ്പൊ സോഴ്സ് ഫയലിലുള്ള കണ്ടന്റ് വിൽ ബി ഓവർറിട്ടൺ ടു ദി ഡെസ്റ്റിനേഷൻ ഫയൽ, നമ്പർ ഡോട്ട് ടി എസ് ടിയിലേക്ക് ഓവർറിട്ടൺ ആയി. ആൻഡ് സോഴ്സ് ഫയൽ വിൽ ബി റിമൂവ്ഡ്, അത് സോഴ്സ് ഫയൽ റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് LS ടൈപ്പ് ചെയ്തപ്പോൾ ഇവിടെ ക്ലാസ് വർക്ക്, ഫയൽ ഡോട്ട് എസ് എച്ച്, മൈ ഫോൾഡർ, നെയിം ഡോട്ട് ടി എസ് ടി ഒക്കെ ഉണ്ട്. ഞാൻ വീണ്ടും ജസ്റ്റ് LS ടൈപ്പ് കൊടുത്താൽ ഈ നെയിം ഡോട്ട് എസ് ടി പറഞ്ഞിട്ടുള്ള ഫോൾഡർ അല്ല ഫയൽ റിമൂവ് ആയിട്ടുണ്ടായിരിക്കും. ഇനി ഫയൽ ഡോട്ട് എസ് എച്ച് മാത്രമായിട്ടുള്ള ആ ഒരു ഫയൽ മാത്രമേ ഇല്ലൂ. എനിക്ക് ഡയറക്ടറി റിമൂവ് ചെയ്യണമെങ്കിൽ എനിക്ക് ഇവിടുത്തെ ഈ C പ്രോഗ്രാം ഇവിടുന്ന് മൂവ് ചെയ്യണം. എനിക്ക് ഇനി ഇവിടുന്ന് C പ്രോഗ്രാം എന്നുള്ള ഡയറക്ടറി മൂവ് ചെയ്യണമെങ്കിൽ അതിന് കമന്റ് യൂസ് ചെയ്യുക. C പ്രോഗ്രാം ജസ്റ്റ് C പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ഫോൾഡറിന്റെ അകത്തേക്കാണ് മൂവ് ചെയ്യേണ്ടത്? എനിക്കിപ്പോ പ്രൊജക്ടിന്റെ അകത്തേക്കാണ് മൂവ് ചെയ്യണമെങ്കിൽ പ്രൊജക്ട് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. ഞാൻ ജസ്റ്റ് LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ C പ്രോഗ്രാം പറഞ്ഞിട്ടുള്ള ഫോൾഡർ കാണില്ല, ഡയറക്ടറി കാണില്ല. അതെനിക്ക് ഈ പ്രൊജക്ടിന്റെ അകത്തായിരിക്കും. പ്രൊജക്ടിന്റെ അകത്താണ് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ LS പ്രൊജക്ട് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. പ്രൊജക്ടിന്റെ അകത്ത് ഉണ്ടാവും C പ്രോഗ്രാം, ഡയറക്ടറി 1, ഡയറക്ടറി 2, ഡയറക്ടറി 3. ഒന്നിൽ കൂടുതൽ ഡയറക്ടറീസ് എനിക്ക് മൂവ് ചെയ്യണമെന്നിരിക്കുക. LS ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇതില് C++, ക്ലാസ് വർക്ക്, വിനു സോങ്സ്, ഇത് 3 ഡയറക്ടറിയും കൂടി എനിക്ക് പ്രൊജക്റ്റിലേക്ക് തന്നെ മൂവ് ചെയ്യണമെങ്കിൽ അതിനും മൂവ് കമന്റ് യൂസ് ചെയ്യാം. മൂവ് കമന്റ് ക്ലാസ് വർക്ക്സ്, പിന്നെ ഏതാ C, പിന്നെ വിനു സോങ്സ്, ഇത് 3 കൂടി മൂവ് ചെയ്തിട്ട്
പ്രൊജക്റ്റിലേക്കാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൊജക്ട് ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ഞാൻ എൽഎസ് പ്രൊജക്ട് ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്താൽ പ്രൊജക്റ്റിലേക്ക് വിനു സോങ്ങും മൂവായി, C++, പൈത്തൺ പ്രോഗായി മൂവായി, പ്രൊജക്ട് മൂവായി, എല്ലാ ഡയറക്ടറി മൂവായി. ഞാൻ ജസ്റ്റ് എൽഎസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എനിക്ക് ഇനി ഇവിടെ ഏതാണുള്ളത്, മൈ ഫോൾഡർ, പാരന്റ്, പ്രൊജക്ട്, യൂട്യൂബ്. ഇതിന് മുന്നേ ഏതൊക്കെ ഉണ്ടായിരുന്നു, വിനു സോങ്സ് ഉണ്ടായിരുന്നു, C++ ഉണ്ടായിരുന്നു, പിന്നെ ഏതാ ക്ലാസ് വർക്ക് ഉണ്ടായിരുന്നു. ഈ ക്ലാസ് വർക്ക്, C++, പൈത്തൺ, വിനു സോങ്സ്, ഈ 3 ഡയറക്ടറി കൂടിയിട്ട് അറ്റ് എ ടൈം തന്നെ നമുക്ക് പ്രൊജക്ട് എന്ന ഡയറക്ടറിക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് എൽഎസ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഞാൻ എൽഎസ് ടൈപ്പ് ചെയ്തപ്പോൾ ഈ ഫയലിന്റെ നെയിം എന്താ, file.sh ആണ്. അതെനിക്ക് റീനെയിം ചെയ്യണം. file.sh പകരം ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് പേര് കൊടുക്കണമെങ്കിൽ MV ടൈപ്പ് ചെയ്യുക. അതിനുശേഷം file.sh, ന്യൂ നെയിം ഏതാണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. അതായത് ന്യൂ നെയിം എന്ന് ഞാൻ കൊടുത്തിരിക്കുക, ന്യൂ നെയിം .sh ടൈപ്പ് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി ഞാൻ ജസ്റ്റ് എൽഎസ് ടൈപ്പ് കൊടുത്താൽ ഈ file.sh മാറിയിട്ട് ന്യൂ നെയിം .sh ആയിരിക്കും. അതായത് ഇഫ് ദി ഡെസ്റ്റിനേഷൻ ആൻഡ് സോഴ്സ് ഫയൽസ് ആർ ഇൻ ദി സെയിം ഡയറക്ടറി ആണെങ്കിൽ സോഴ്സ് ഫയൽ വിൽ ബി റീനെയിംഡ്, അതായത് പുതിയ നെയിം, ടു ഗീവ് ദി ഡെസ്റ്റിനേഷൻ ഫയൽ നെയിം. നമ്മൾ ഏതാണോ ഡെസ്റ്റിനേഷൻ ഫയൽ നെയിം കൊടുത്തത് അതായിട്ട് റീനെയിം ആയിട്ടുണ്ടായിരിക്കും, പുതിയ നെയിം ഒന്നുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് എൽഎസ് ടൈപ്പ് ചെയ്തു. എൽഎസ് ടൈപ്പ് ചെയ്തിട്ട് ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒരു നാനോ ഫയൽ .txt ടൈപ്പ് ചെയ്തു. അതിനുശേഷം അതിൽ 1 2 ജസ്റ്റ് ടൈപ്പ് ചെയ്തു, സേവ് ചെയ്തു, Ctrl+O, എൻ്റർ, Ctrl+X. അപ്പൊ file.txt പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൽഎസ് യൂട്യൂബ് ടൈപ്പ് ചെയ്യണം. അതിൽ എന്തൊക്കെ ഉണ്ട് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതിൽ text.txt പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഉണ്ട്. നമ്മൾ ജസ്റ്റ് എൽഎസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ file.txt ഉണ്ട്. യൂട്യൂബിലത്തെ ടെക്സ്റ്റ് എന്താണുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ cat യൂട്യൂബ് text.txt ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിന് 1 2 3 5 ആണ്. നമ്മുടെ file.txt എന്താണുള്ളത് 122 33. അപ്പൊ എനിക്കിപ്പോ എന്റെ ഈ ഒരു ഫയലില്ലേ file.txt അതെനിക്ക് യൂട്യൂബിലേക്ക് മൂവ് ചെയ്യണം. യൂട്യൂബിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പുതിയ നെയിമും കൂടി കൊടുക്കണം. അതായത് മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റീനെയിമും മൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ റീനെയിമും കൂടി ചെയ്യണം. മൂവ് ആൻഡ് റീനെയിം അറ്റ് ദി സെയിം ടൈമിൽ മൂവും റീനെയിമും കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. എങ്ങനെ, അതിക്ക് MV കമന്റ് കൊടുക്കുക. അതിനുശേഷം മൂവ് ചെയ്യേണ്ടത് ഏതാ, file.txt അല്ലേ, file.txt കൊടുക്കുക. അതിനുശേഷം പാത്ത് കൊടുക്കുക. ഞാൻ യൂട്യൂബിലേക്കല്ലേ കൊടുക്കുന്നത്, യൂട്യൂബിലേക്ക് കൊടുക്കുക. അതിനുശേഷം പുതിയ നെയിം കൊടുക്കുക. പുതിയ നെയിമാണ് കൊടുക്കേണ്ടത്. ഇത് കൊടുത്തു, അതിലേക്ക് ഒരു പുതിയ നെയിമും കൂടി കൊടുക്കണം. ഇപ്പോ ന്യൂ നെയിം .txt കൊടുത്തിരിക്കുക. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി LS യൂട്യൂബ് ടൈപ്പ് ചെയ്തിരിക്കുക. LS യൂട്യൂബ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അവിടെ കണ്ട ഈ file.txt പറഞ്ഞിട്ടുള്ള കണ്ടന്റ് ന്യൂ നെയിം .txt എന്ന നെയിമിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ cat യൂട്യൂബ് ന്യൂ നെയിം .txt ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 122 33. ഇവിടെ എന്തായിരുന്നു, cat file.txt ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. കണ്ട file.txt ഇപ്പോ മൂവും കൂടിയായി, അതിന്റെ ഒപ്പം തന്നെ റിനെയിമും കൂടിയായി. അറ്റ് എ ടൈം തന്നെ മൂവും റിനെയിമും കൂടി ചെയ്യണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യേണ്ട ഫയലുകൾ കൊടുക്കുക, എവിടേക്കാണോ മൂവ് ചെയ്യേണ്ടത് ആ പാത്ത് കൊടുക്കുക. അതിനുശേഷം റിനെയിം ചെയ്യേണ്ട ഫയലിന്റെ നെയിമും കൂടി കൊടുക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് മൂവ് കമന്റ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂവ് കമന്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ മാൻ പേജ് മൂവ് കമന്റ് യൂസ് ചെയ്യുക. അതിൽ നമുക്ക് പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടാൻ -i പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നമ്മൾ മുന്നേ നോക്കിയിരുന്ന പോലത്തെ പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടണമെങ്കിൽ മൂവ് -i പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഓവർ റിട്ടേൺ ചെയ്യണോ വേണ്ടോ പ്രോംപ്റ്റ് മെസ്സേജ് കിട്ടാൻ വേണ്ടിയിട്ട് MV -i പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതും യൂസ് ചെയ്യാം. അതല്ലാണ്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.